വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. നീ ആരാണെന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിലെ പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് നീ തന്നെ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ നൽകുവാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാഴഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥാനിയിലാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിലെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, യുവാക്കൾ, കുട്ടികളെ, കുഞ്ഞുമക്കളെ, മാതാപിതാക്കന്മാരെ, 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ ഇവിടെ കാണാൻ വേണ്ടി വന്നു. അവനൊരു ശുശ്രൂഷാലയത്തിൽ സേവനം ചെയ്യുന്നവനാണ്. അപ്പോൾ അവൻ ഒരു കൂലിപ്പണി ഒരു വാഹനത്തിൽ ഡ്രൈവറോ കണ്ടക്ടറായിട്ട് പോകുന്ന ഒരു പയ്യനാണ്. അവൻ കല്യാണം കഴിച്ചു കുറേ നാൾ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞ് ഭാര്യ വിദേശത്ത് പോകാൻ, ഭാര്യ നേഴ്സും ആണ്, വിദേശത്ത് പോകാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർ അതിനുവേണ്ടി ഒരുങ്ങി LTC എഴുതി. അവൾ പാസ്സായി വിദേശത്ത് പോയി. വിദേശത്ത് നല്ല ജോലി അവൾക്ക് കരസ്ഥമാക്കി. നല്ല ശമ്പളം കിട്ടുവാൻ തുടങ്ങിയപ്പോൾ ചേട്ടനോട് വർത്തമാനം പറയുമ്പോൾ അത് ഭിന്നതയിലേക്ക് വന്നു. അതിനെ ചേട്ടനെ ഉപേക്ഷിക്കാൻ അവൾ തീരുമാനമെടുത്തു. കാരണം സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നല്ല ജോലി കിട്ടി, നല്ല സമ്പത്ത് കിട്ടി, നല്ല ദേശത്തെത്തി, നല്ല ക്രൈസ്തവ രാജ്യത്തെത്തി. അപ്പോൾ അവൾക്ക് തോന്നി, എൻ്റെ ചേട്ടൻ എനിക്ക് യോജിക്കുന്നവനല്ല എന്ന് അവൾക്കൊരു ചിന്ത വന്നു. കാരണം അയാളൊരു ബസ് ഡ്രൈവർ കണ്ടക്ടറാണ്, അവളൊരു നേഴ്സാണ്. എന്നപ്പോൾ ചേട്ടന് വേണ്ടി സംസാരിക്കുമ്പോൾ ഭിന്നത വന്നു. 4-5 മാസക്കാലം ഫോൺ വിളി എല്ലാം നിർത്തി. അങ്ങനെ അവർ ഡൈവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുവാൻ വേണ്ടി ഉള്ള പേപ്പറുകളൊക്കെ ശരിയാക്കുന്ന സമയത്താണ് പയ്യനിവിടെ വന്നത്. പയ്യനിവിടെ ഏകദേശം നേരത്തെ എത്തി. ഒരു 6:30 ആയപ്പോഴേക്കും അവനിവിടെ വന്നു. ഇവിടെ തുറക്കുന്നു, കാത്തിരുന്നു, ഇവിടെ കടന്നു. അവിടെ ഇപ്പോൾ ശുശ്രൂഷകരെ പറയുമ്പോൾ പോലും അവന് ചിന്തയോ അവൻ ഇവിടെയാണോ നിൽക്കുന്നതെന്ന് പോലും അറിയില്ല. അവൻ വേറെ സ്ഥലത്താണ്. എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നില്ല. അവൻ്റെ ചിന്തയും എന്ന് പറഞ്ഞാൽ അവന് അത്രമാത്രം അസ്വസ്ഥനാണ്. അത്രമാത്രം അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നഷ്ടപ്പെട്ട ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ലെന്ന് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. അവൾ വിവാഹബന്ധം ഏർപ്പെടുത്തുവാൻ പേപ്പർ കൊടുത്താൽ അത് സമ്മതിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബന്ധങ്ങൾ ശിഥിലമായി കിടക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 5-6 തിരുവചനത്തിൽ അവനോട് ഞാൻ പറഞ്ഞു, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നീ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്ത് പറഞ്ഞിട്ടും അവൻ അത് ബന്ധം സാധിക്കുമോ എന്ന് അങ്ങനെ ചോദിച്ചു. ഹല്ലേലൂയ. ഇപ്രകാരം പറയാണ്, സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്.
വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കുന്നു. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. എന്നിട്ട് 5-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. എന്താണ് സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ? സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ എന്ന് പറയുന്നത് 5:30-6 മണിയല്ല, 5 മണിയല്ല. അതിരാവിലെ എന്ന് പറയുന്നത് 1-ാം യാമമാണ്. ഹല്ലേലൂയ. ഹോമോസിന്റെ പുസ്തകത്തിൽ 5:7 പറയുന്നത്, കർത്താവിനെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുവാൻ ഇവിടെ പ്രകാരം പറയാണ്, അതിരാവിലെ താല്പര്യപൂർവ്വം അവന് എഴുന്നേൽക്കുന്നു. അത്യുന്നത പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനപൂർവ്വം അവൻ കർത്താവിന് നന്ദി പറയും. ഹല്ലേലൂയ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തതയെ ആണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ വിശ്വസ്തതയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വിശ്വസ്തത നമ്മൾ വലിയ കോട്ടയായിട്ട് മാറും, വലിയ സംരക്ഷണമായിട്ട് മാറും. അവൻ ഏതായാലും പ്രാർത്ഥിച്ചു. അവൻ 1-2 തവണ വന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാം പെട്ടെന്ന് കാര്യം നടക്കണം. ഏതായാലും അവൻ 2-3 തവണ 3 മാസത്തിൽ ഇവിടെ വന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവൻ വന്നു. അവൻ്റെ വലിയ മുഖത്ത് വലിയ പ്രകാശം, വലിയ സന്തോഷം ഉണ്ട്. അവൻ ഇപ്രകാരം പറയാം, കഴിഞ്ഞ 2-3 മാസം മുമ്പ് അവൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അവർ ഒന്നിച്ച് സംസാരിച്ചു. ഒന്നിച്ച് അവർ ജീവിക്കാൻ വേണ്ടി ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചു. ഹല്ലേലൂയ. ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവന് വലിയ സന്തോഷമായി. അതുകൊണ്ട് വീണ്ടും വചനം കേൾക്കാനായിട്ട് അവൻ വന്നിരിക്കുക. ഹല്ലേലൂയ. അതാണ് കർത്താവിനെ, സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ വേണ്ടി അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മൾ ഉയർത്തണം. ഹല്ലേലൂയ. അവൻ സർവശക്തനാണ്. അവന് ഹല്ലേലൂയ. അവൻ ആ പയ്യനോട് ചോദിച്ചാൽ പറയാം, അച്ഛാ ഏകദേശം ഒരു 70-75% ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു. അവൾ വീണ്ടും പെട്ടെന്നുള്ള ഒരു അവധിയിൽ വന്നതാണ്. വീണ്ടും വിദേശത്ത് പോയി ഉടൻ തന്നെ വീണ്ടും തിരിച്ചു വരുമെന്ന് അവൾ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ശക്തിയിലോ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ അതിന് പരിഹാരം കർത്താവ് നൽകും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഹല്ലേലൂയ. കടാതന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇവിടെ നടന്നിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് നോക്കും. ചേരുവോ? കർത്താവ് ഇടപെടണം. ഹല്ലേലൂയ. ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥന്മാരെ വിളിച്ച് നടക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ടി ഓഫീസിലേക്കും പോകും. ഹല്ലേലൂയ. അതും ചെയ്യുന്നവരുണ്ട്. പാർട്ടി കൂട്ടിച്ചേരുവോ? കൂട്ടിച്ചേരണമെങ്കിൽ എന്തുണ്ടാവണം? ദൈവം ഇടപെടണം. കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം തന്നെ പറയും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യ. അപ്പോൾ അത് ഒരു പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്തിൻ്റെ അധിപന്മാരുടെ അടുത്ത് കൊണ്ടു ചെന്നാൽ അത് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് മനുഷ്യൻ വേർപ്പെടുത്താനായിട്ട് ഇടയാവും. പക്ഷെ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി അവൻ ചെയ്യണം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ധ്യാനം കൂടാനായിട്ട് തയ്യാറാകണം. ധ്യാനം കൂടാൻ പോകുന്നവർ മോശക്കാരൊന്നുമല്ല, ഏറ്റവും നീചരായോ പാപികളോ അങ്ങനെയൊന്നുമല്ല. ധ്യാനം കൂടുക. അങ്ങനെയാണെങ്കിൽ അച്ഛന്മാർ എല്ലാ വർഷവും ധ്യാനം കൂടുന്നത് പാപികളായതുകൊണ്ടാണ്? ആണോ? അതല്ല, കർത്താവിനെ തേടാം, കർത്താവിനെ അന്വേഷിച്ച് പോകുന്നത്. എല്ലാ വർഷവും അച്ഛന്മാർ ധ്യാനം കൂടണം നിർബന്ധമാണ്. അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കാൻ 10 പിതാവ് പുതുക്കി കൊടുക്കില്ല. വാഹനം എന്തിനാ എഞ്ചിൻ പണിക്ക് കയറ്റുന്നത്? ഹല്ലേലൂയ. നമ്മളെന്തിനാ ലൈസൻസ് പുതുക്കാൻ പോകുന്നത്? നമ്മളെന്താ ഇൻഷുറൻസ് പുതുക്കാൻ പോകുന്നത്? സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ? അല്ലേ? സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ? അതൊക്കെയും ചെയ്യാൻ നമുക്കറിയാം. ഇൻഷുറൻസ് പുതുക്കാനറിയാം, ലൈസൻസ് പുതുക്കാനറിയാം, അല്ലെങ്കിൽ ആധാർ കാർഡ് പുതുക്കാനറിയാം, പാൻ കാർഡ് പുതുക്കാനറിയാം, ഇലക്ഷൻ കാർഡ് പുതുക്കാനറിയാം. അതെല്ലാം അറിയാം. അതെന്താണെന്ന് വെച്ചാൽ അതൊരു കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുക എളുപ്പമല്ല. അതിലും വലുതാണ് ജീവൻ നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിനെ അന്വേഷിക്കണം, ദൈവത്തെ തേടണം, ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കണം. ഞാൻ ഓർക്കാണ്,
ഒരു ചേട്ടൻ ഈ പരിയാരം ഭാഗത്തുനിന്ന് ഒരു മനുഷ്യൻ ഇവിടെ വന്നു. ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു 2-3 കുട്ടികളാണ്, 2 കുട്ടികൾ. ആ 2 കുട്ടികളെ അവർ വിവാഹം ചെയ്തു കഴിച്ചു. പക്ഷേ അതെല്ലാം പ്രശ്നങ്ങളും നിറഞ്ഞു, ബുദ്ധിമുട്ടുകളും നിറഞ്ഞു. അപ്പോൾ കൊച്ച് ജോലി ചെയ്യുന്നത് പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റലിലാണ്. അവൾക്ക് ആ ജോലി രാജിവെച്ചാൽ പിന്നെ കുടുംബം ജീവിക്കാനുള്ള സമ്പത്ത് അവിടെ ഇല്ല. അല്ലേ? അവൾ ആരോ പറഞ്ഞു കേട്ടതനുസരിച്ച് ആ കൊച്ച് അവരുടെ കൂട്ടുകാരത്തെയും കൂട്ടി ഇവിടെ വന്നു. നമ്മൾ ഇവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് വിദേശത്ത് ജോലിക്ക് കിട്ടി പോണോ, നിൻ്റെ കുടുംബം എന്നാൽ പുനഃസ്ഥാപിക്കണം, നീ എന്ത് ചെയ്യണം, നീ ഇവിടെ ഒന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക, മാസത്തിൽ 1 വരിക, മാസത്തിൽ 1 വന്ന് പങ്കെടുക്കുക. അല്ലേ? ഈ കഴിഞ്ഞ 31-ാം തീയതി 8 മണിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം എവിടെയായിരുന്നു എന്ന് പറയുമോ? ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം എവിടെയായിരുന്നു? എവിടെ? ഒരു ചേട്ടൻ പറയുന്നത് പെട്രോൾ പമ്പിലായിരുന്നു. കാരണം എന്താ അറിയുമോ? പെട്രോൾ പമ്പ് 8-ന് അടച്ചാൽ പിറ്റേ ദിവസം രാവിലെ 6-ന് തുറക്കുള്ളൂ. കാരണം ആ സമയം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയാൽ പിന്നെ വണ്ടി ഓടാനായിട്ട് പറ്റില്ല. അല്ലേ? വേറെ തിരക്കുള്ളൊരു സ്ഥലമുണ്ടായി, ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിൽ. അത് നല്ല തിരക്കായിരുന്നു. അത് പിന്നെ വണ്ടിയല്ല, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ്. ചേച്ചിമാർ വണ്ടിക്ക് കാവൽ വെക്കും, ഹെൽമെറ്റും പിടിച്ചുകൊണ്ട് 2 ഹെൽമെറ്റും പിടിച്ചുകൊണ്ട് നിൽക്കും, ചേട്ടന്മാർ ക്യൂ നിൽക്കും. അല്ലേ? ഇതല്ല, ബസ്സും എല്ലാ വാഹനങ്ങളും പെട്രോൾ പമ്പിലേക്ക് ഓടിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ പമ്പ് അടച്ചു കഴിഞ്ഞാൽ വാഹനം ഓടുവാനുള്ള ഇന്ധനം പിന്നെ കിട്ടത്തില്ല, വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. വാഹനം എവിടെ പെട്രോൾ തീരുന്നോ അവിടെ കിടക്കും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചില്ലെങ്കിൽ, ദൈവത്തെ തേടിയില്ലെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ജീവിതം അവിടെ സ്റ്റോപ്പ് ചെയ്യും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും സഹനങ്ങൾ വരുമ്പോൾ, നാം ചെയ്യാത്ത കുറ്റത്തിന് പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് നമ്മുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ തകർക്കപ്പെടുമ്പോൾ, കുടുംബത്തിൽ ഇല്ലാത്ത കേസുകൾ നമുക്ക് വരുമ്പോൾ, നമ്മൾ ദൈവത്തെ തേടണം, ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കണം. ആ മകള് പഠിച്ച് വിദേശത്ത് പോയി, അവൾക്ക് ജോലി കിട്ടി. അവളുടെ അപ്പൻ ഇവിടെ സ്ഥിരം വരുമായിരുന്നു. എല്ലാ മാസവും 1-2 ദിവസം ആ മനുഷ്യൻ ഇവിടെ വരുമായിരുന്നു. അല്ലേ? ആ മനുഷ്യൻ പറയാ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ആ മനുഷ്യൻ ഒരു റൈറ്ററാണ്, ഒരു തോട്ടത്തിലെ റൈറ്ററാണ്. റൈറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉപജീവനം നടത്തണമെങ്കിൽ ആ തോട്ടം സൂക്ഷിപ്പ് നടത്തിയാൽ മാത്രമേ ആ മനുഷ്യനെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലേ? ബാങ്ക് ബാലൻസ് ഉള്ളവന് ഒരിക്കൽ വചനം കേൾക്കാൻ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അവന് കർത്താവിനെ തേടേണ്ട ആഗ്രഹം ഇല്ല. അവനുണ്ടാവുന്ന എപ്പോഴാണ്? അവന് കടബാധ്യത വരുമ്പോഴോ രോഗങ്ങളോ വരുമ്പോഴോ. അല്ലേ? ഈ ദിവസങ്ങൾ, ഈ 1 ദിവസങ്ങളിൽ എത്രയോ ആളുകളെ വരാം. അച്ഛൻ ഒന്ന് കാണാൻ പറ്റുമോ? കാരണം ശരീരത്തിൽ മുഴ വന്നു, അത് ബയോപ്സിക്ക് വിട്ടു, ക്യാൻസറാണ് അച്ഛ, ഒന്ന് കാണാൻ പറ്റൂ. അല്ലേ? അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59-ാം അധ്യായത്തിൽ 20, 21, 22 തിരുവചനത്തിൽ പ്രകാരം പറയാണ്, ദൈവത്തിൻ്റെ വരവിനെ കുറിച്ച് പറയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ് യാക്കോവിന്റെ സന്തതികളുടെ അടുത്തേക്ക് കർത്താവ് രക്ഷകനായി വരും. 19 പടിഞ്ഞാറുള്ളവർ കർത്താവിന്റെ നാമത്തെയും കിഴക്ക് നിന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും. കർത്താവിന്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. അല്ലേ? ജപ്പാൻ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുനാമിയാണ്. അല്ലേ? സുനാമിയെ കുറിച്ചാണ് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഒരു കാലഘട്ടത്തിൽ നമ്മൾ സുനാമിയെ കുറിച്ച് പേടിച്ചതാണ്, അല്ലെങ്കിൽ തമിഴ്നാട് പേടിച്ചതാണ്. ഇന്ന് ജപ്പാൻ, സാമ്പത്തിക മേഖല ഉയർന്ന ജപ്പാൻ പേടിച്ചുകൊണ്ടിരിക്കുന്നത് സുനാമിയെക്കുറിച്ചാണ്. തല്ലി അലച്ചു വരുന്ന പ്രകൃതിക്ഷോഭത്തെ നേടുക. ഇതല്ല പറയുന്നത്, കർത്താവിൻ്റെ കാറ്റിൽ തല്ലി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവൻ വരും. അല്ലേ? അവൻ ആരാണെന്ന് വെച്ചാൽ അതാണ് 55-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, കർത്താവിനെ അന്വേഷിക്കുവാൻ
എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് വരുന്ന വാക്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതിയുടെ അടുത്തേക്ക് കർത്താവ് വരും. തിന്മകളിൽ നിന്ന് പിന്തിരിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് യോജിക്കാത്ത ബന്ധങ്ങളും കർത്താവിന് യോജിക്കാത്ത ഏർപ്പാടുകളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവൻ പ്രവാഹം പോലെ അല്ലെങ്കിൽ തല്ലയളിച്ച് വരുന്ന കൊടുങ്കാറ്റ് പോലെ നമ്മുടെ കുടുംബത്തിലേക്ക് അവൻ കടന്നു വരും. രക്ഷകനായിട്ട് അവൻ മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, രക്ഷകനായി അവൻ വരും. വീണ്ടും പറയാം, കർത്താവ് ചെയ്യുന്നു, ഇതാണ് ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി. ഇതാണ് ആ ഉടമ്പടിയെ കുറിച്ചാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല എന്നാണ്. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. നിന്റെ മേലുള്ള അവൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ്. പഴയ നിയമത്തിൽ പറയുമ്പോൾ എൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഈശോയുടെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഈ നോമ്പ് കാലത്ത്, ഈ ക്രിസ്മസിൻ്റെ നോമ്പ് കാലത്ത് വായിച്ച് ധ്യാനിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശയ്യാ ദിവ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. അതുകൊണ്ടാണ് പറയണത്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും. അപ്പം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത് പറയാണ്, നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങൾ. അപ്പം നമ്മുടെ അധരങ്ങളിലാണ് വചനം നിക്ഷേപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 6-ാമത്തെ അധ്യായത്തിൽ കുടിലുകൊണ്ട് അഗ്നിയെടുത്ത് അവൻ്റെ നാവിലേക്ക് വെച്ചു കൊടുത്തു. കുടിലുകൊണ്ട് അഗ്നിയെടുത്ത് അവൻ്റെ നാവിലേക്ക് വെച്ചു കൊടുത്ത്, വചനമാണ് ഒരുവനെ വിശുദ്ധീകരിക്കുന്നത്. വചനമാണ് ഒരുവനെ ശക്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. വചനമാണ് ഒരുവന് ജീവൻ നൽകുന്നത്. ആദ്യത്തെ പുസ്തകത്തിൽ നമുക്കറിയാം, ഈശോ ഉച്ചരിച്ചപ്പോൾ പ്രകാശമുണ്ടാകട്ടെ, എന്തായി, ആത്മാവ് വന്ന് അതിൽ ദിവസം. വചനത്താലാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, എൻ്റെ ശരീരം വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം വചനം തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഔസേപ്പിതാവ് എപ്പോഴും വചനത്തെ ധ്യാനിക്കുന്ന മനുഷ്യനായിരുന്നു. ഔസേപ്പിതാവ് എപ്പോഴും വചനത്തോട് വചനത്തെ മുറുകെ പിടിക്കുന്ന മനുഷ്യനായിരുന്നു. ഞാനത് പറയാനുള്ള കാരണം, നമ്മളിന്ന് ഈ കാലഘട്ടത്തിനേക്കാൾ വ്യത്യസ്തമായ കാലഘട്ടമായിരുന്നു. വിശ്വാസം തകർന്നിരുന്ന കാലഘട്ടമായിരുന്നു. വിശ്വാസം അനഗര് മാറിപ്പോയ ഒരു കാലഘട്ടമാണ്. അല്ലേ? ഇന്ന് നമുക്ക് യേശു എന്ന ഒരു വ്യക്തിയുണ്ട്. അല്ലേ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, വിശ്വാസം നമുക്ക് തുറന്നെന്ന വ്യക്തിയുണ്ട്. അന്ന് വചനം മാത്രമേ ഉള്ളൂ. ആ വചനം അല്ലെങ്കിൽ ആത്മാവ് വചനം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകരെ വിശ്വാസം ഉപേക്ഷിച്ചു. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ സ്വർഗത്തിനേക്കാളും ദൈവവും ഭൂമിയും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചപ്പോഴും അവൻ വചനത്തിൽ വിശ്വസ്തയോടെ പാലിച്ചു. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ ക്രിസ്മസിന് നല്ല ഭക്ഷണം കഴിച്ച്, അല്ലേ? ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലേ? ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ആരാണ് അതിൻ്റെ നിമിത്തമായിട്ട് മാറിയത്? ഈശോയും ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ആ ഉണ്ണിയെ പിറന്നപ്പോൾ എന്താ കഴിച്ചതെന്നറിയുമോ? ദാരിദ്ര്യമായിരുന്നു. അല്ലേ? ദാരിദ്ര്യമായിരുന്നു. ഏതെങ്കിലും കുടുംബം പറയാണ്, ക്രിസ്മസിന് നമുക്ക് ഒരു ഉപവാസം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ് അവിടെ ബോംബ് പൊട്ടും, മിസൈൽ അവിടെ വീഴും, പിള്ളേർ ഇട്ടിരിക്കും. അപ്പം പിള്ളേരോട് പറഞ്ഞ മനസ്സിലാവില്ല, വിശ്വസിക്കില്ല. കഴിഞ്ഞ ഒരു ചേട്ടൻ പറഞ്ഞ ഇങ്ങനെയാണ്, അച്ഛാ പിള്ളേരോട് ജീൻസ് ഇടരുതെന്ന് പറഞ്ഞാൽ അവർ ജീൻസ് ഇടാല്ല, അവിടെ ഇവിടെയും മുറികളുണ്ടാവും. ആദ്യകാലത്ത് ഒരു പാടോ അല്ലെങ്കിൽ ഒരു അല്പം തുളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിള്ളേരും ഇടില്ല. ഇപ്പം എന്താ, നല്ല പാൻസ് മേടിച്ചിട്ട് അതെല്ലാം തുളച്ചിട്ടിടും. അല്ലേ? ഞങ്ങൾ പഴയ കാലത്ത് ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ നിക്കറിന് ഇത് പോവും. പിന്നെ നമ്മളത് ഇടില്ല. ഇപ്പോഴത്തെ കുട്ടികളെന്താ,
ഇപ്പോഴത്തെ കുട്ടികൾ അത് കീറി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതാണ് 2 തലമുറയുടെ വ്യത്യാസം. അല്ലേ? അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരേപോലെയാണ്. കീറിയ വസ്ത്രം ഇടുക, അതൊക്കെ ഒരു പാഷനായിട്ട് മാറിയിരിക്കുക. അല്ലേ? ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ഇന്ന് പിള്ളേർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിള്ളേർക്ക് അങ്ങനെയുള്ള വിശ്വാസമില്ല. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 14-15 വാക്യത്തിൽ പറയുന്നുണ്ട്, വിധവയായ സ്ത്രീ വയസ്സാകാത്ത അത് ഇങ്ങനെ അവരുടെ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് അവിടെ വചനം പറഞ്ഞു. അതേപോലെയാണ് പിള്ളേർ സ്വന്തം സുഖത്തിന് വേണ്ടി ദൈവവചനങ്ങൾ, ദൈവകൽപ്പനകൾ കാറ്റിൽ പറത്തി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരുടെ വിശ്വാസക്കുറവാണ്. അവിടെയല്ലേ 14:21 വലുതായിരിക്കും. ചെറുപ്പക്കാരികളെ വിധവകൾ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായാൽ ശത്രുവിന് നമ്മെ കുറ്റപ്പെടുത്താൻ അവസരമില്ലാതാകും. എന്തെന്നാൽ ചില ആളുകൾ ഇതിന് 11 വാക്യം, പ്രായം കുറഞ്ഞ വിധവകളെ മേൽപ്പറഞ്ഞ ഗണത്തിൽ ചേർത്തുകൂടാ, കാരണം അവർ ക്രിസ്തുവിന് വിരുദ്ധമായി സുഖഭോഗങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാൻ. അന്ന് യുവതിവാക്കൾ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടി, സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ദൈവകൽപ്പനകളും ദൈവപ്രമാണങ്ങളും കാറ്റിൽ പരത്തുന്നു. എന്നാൽ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് പാപമാണോ? സുഖത്തിൻ്റെ മധ്യസ്ഥനാര? വിശുദ്ധനല്ല. മധ്യസ്ഥനാര? പിശാച്. തൊട്ട് ഹെബ്രായർക്കാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സാത്താൻ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മക്കളെ അടിമകളാക്കിയിരിക്കുക. അല്ലേ? അടിമകളാക്കി സ്വന്തം സുഖത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ ഉപേക്ഷിക്കുന്നു. സ്വന്തം താല്പര്യത്തിന് വേണ്ടി. അതെന്താണെന്ന് പറഞ്ഞാൽ അത് വരും തലമുറ നശിച്ചു പോകും. അല്ലേ? ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ധ്യാനം നടത്തിക്കൊണ്ടപ്പോൾ ആ ധ്യാനത്തിലുണ്ടായ സംഭവം, ഒരു കൊച്ച് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞവർക്ക് അവൻ്റെ ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊന്ന് ലിസ്റ്റ് വെച്ചാണല്ലോ, 1, 2, 3, 4 അങ്ങനെയാണ് ഈ ഫ്രണ്ട്സുകളല്ല, അവരുടെ കാമുകന്മാർ. ഒരാൾ ഉപേക്ഷിച്ച് അടുത്ത ആളെ എടുക്കുന്നു എന്ന് പറഞ്ഞു. എന്താ? അപ്പോൾ ആദ്യത്തെ അവൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇറങ്ങി അവൻ ബാത്റൂമിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയി. പിന്നാലെ ശുശ്രൂഷകരും പോയി. അവൻ ബ്ലേഡ് എടുത്ത് മുറിക്കാൻ നേരത്ത് അവനെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു വിധത്തിന് ധ്യാനമൊക്കെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഈ കുട്ടി ജോലിക്ക് പോയി കഴിഞ്ഞ് ആ ജോലി സ്ഥലത്തുനിന്ന് കുറേ നാൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയത്തിൽ പോയി. അങ്ങനെ ആ ചെറുക്കനായിട്ട് സ്നേഹത്തിലായി. അവരുമായിട്ട് വിവാഹം വീട്ടിലറിയാതെ 1 മാസത്തോളം ഒന്നിച്ച് താമസിച്ച് കഴിഞ്ഞ് വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റാതെ വന്നാൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ കൊച്ച് ജനിച്ചപ്പോൾ ആ കൊച്ച് ജനിച്ച് എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ കൊച്ചിൻ്റെ വായിലേക്ക് പോയാൽ ആസിഡല്ല, മേത്ത് വീണാൽ ആസിഡാണ്. വിശ്വസിക്കും നിങ്ങൾ? വിശ്വസിക്കില്ലല്ലോ. അല്ലേ? ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ശിശു വിദഗ്ധന്മാരെല്ലാവരും കണ്ടു. അവർ പറഞ്ഞു ഇതിനൊരു മരുന്ന് ഇന്നിവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രിയാണ് കൊച്ചിനെ കൊണ്ടുപോയിട്ട് ആസ്പത്രിയിൽ മടങ്ങി ഞാൻ താഴത്ത് ഇറങ്ങി പോകുന്ന സമയത്ത് അവർ കൊണ്ടുവന്നു. അവർ പറഞ്ഞു 2 ആളുണ്ട്. 2 ആൾ പറഞ്ഞു, അവൾ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റുകൾ അച്ഛാ അറിയാലോ, അച്ഛൻ ഒന്ന് അതിനുവേണ്ടി പരിഹാരം ചെയ്ത് ഈ കൊച്ചിൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചാൽ എന്താ വിഷയം? കൊച്ച് അമ്മയുടെ പാല് കുടിച്ചു കഴിഞ്ഞാൽ പാല് വായിൽ നിന്നും ഇറ്റിട്ട് മേത്ത് വീണാൽ അവിടെ പൊള്ളും. ഒരു പാലെങ്ങനെയാണ് ഒരു പൊള്ളുന്ന വസ്തുവായി മാറിയത്? ഒരു പാലെങ്ങനെ മേത്ത് വീണാൽ ആസിഡായിട്ട് മാറിയത്? ചെയ്തതിൻ്റെ കാരണം എന്താ? മനുഷ്യൻ ചെയ്യുന്ന പാപം. പ്രേമബന്ധം പാപമാണ്. പ്രേമബന്ധോ മിശ്രവാകോ ലൗചികാതോ റോമിയ ജീവിത പാപമാണ്. അത് ചെയ്താൽ വരും തലമുറയെ അത് ബാധിക്കും. അല്ലേലിയാ? അതിൻ്റെ സ്നേഹബന്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അബോർഷനായി പോകാറുണ്ട്. അതിനെന്താ? ദൈവത്തെക്കാൾ ഉപരി അവർ ബന്ധം സ്ഥാപിക്കുന്ന ശരീരത്തിലാണ്. അല്ലേലിയാ? ശരീരത്തിലെ ബന്ധം സ്ഥാപിക്കും. അല്ലേലിയാ? ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. പിന്നീട് ആ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നിട്ടില്ല.
ആ കൊച്ചിൻ്റെ രോഗം മാറി. കാരണം ആ കൊച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൊച്ചു തെറ്റ് ചെയ്തുണ്ടോ? ഇല്ല. പക്ഷെ മാതാപിതാക്കൾ, അവർക്ക് കുടുംബാംഗങ്ങൾക്ക്, ദമ്പതിമാർക്ക് മനസ്സിലായി ഈ കൊച്ചിൻ്റെ മേൽ വീഴുന്ന ഈ പാപം ആരുടേതാണെന്ന് വെച്ചാൽ ഞങ്ങളുടേതാണ്. മുലപ്പാലെന്ന് പറഞ്ഞാൽ ഔഷധ ഗുണമുള്ളതാണ് അല്ലേ? കുട്ടിക്ക് ഭക്ഷണപദാർത്ഥം ദഹിക്കപ്പെടാത്തത് കൊണ്ടാണ് അമ്മയുടെ മുലപ്പാല കൊച്ചിന് കൊടുക്കുന്നത്. അത് ഭക്ഷണത്തെക്കാളും ശക്തമാണ്, ഔഷധ ഗുണമുള്ളതാണ്. അല്ലേലിയാം, അല്ലേലിയാം. അതുകൊണ്ടാണല്ലോ ചേട്ടന്മാരെ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ ഇറങ്ങി വരാൻ പറയാറുണ്ട്. ഇറങ്ങി വരാതെ എന്താ, മുലപ്പാൽ കുടിച്ചാൽ അവന് ശക്തി ഉണ്ടാവും, മുലപ്പാൽ കുടിച്ചാൽ അവന് ധൈര്യം ഉണ്ടാവും, ആത്മധൈര്യം ഉണ്ടാവും. വല്ല പശുവിൻ്റെയോ ആടിൻ്റെയോ പാൽ കുടിച്ചാൽ ഇറങ്ങി വരില്ല. കാരണം അവന് ആരോഗ്യം ഇല്ല. അല്ലേലിയാം, ആരോഗ്യം ഇല്ല. അല്ലേലിയാം. അവിടെ പറയാണ്, നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുകയില്ല. ഏതാ തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ആത്മാവോ അകന്നു പോയില്ല. അല്ലേലിയാം, അല്ലേലിയാ. എന്നിട്ട് പറയാണ്, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഇപ്രകാരം പറയാണ്, ഒരു ഉടമ്പടിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഒരു ഉടമ്പടിയെക്കുറിച്ചാണ്. ഞാനും അവരുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്ന ആത്മാവ്. ആ ഉടമ്പടിയാണ് ആത്മാവും വചനവും. ആത്മാവും വചനം. എൻ്റെ മേലുള്ള നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആത്മാവും വചനം കൊണ്ടാണ് ദൈവം സ്ഥിരീകരിക്കുന്നത്. അല്ലേലിയ. ആത്മാവ് നമ്മളെ ശക്തിപ്പെടുന്നു. 40 ദിവസക്കാലം ഈശോ പ്രത്യക്ഷപ്പെട്ട് ആരെ വചനം പഠിപ്പിച്ചു? അപ്പസ്തോലന്മാരെ വചനം പഠിപ്പിച്ചു. അല്ലേലിയ. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വചനം പഠിപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? വചനം പഠിപ്പിച്ച് 10 ദിവസം അവർ ധ്യാനിച്ചു. 40 ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട് 10 ദിവസം ധ്യാനിച്ചു. 50-ാമത്തെ ദിവസം ഒന്നുണ്ടായി, മനുഷ്യരായിരുന്ന ശിഷ്യന്മാർ അപ്പസ്തോലന്മാരായിട്ട് മാറി. മനുഷ്യരായിരുന്ന ശിഷ്യന്മാർ അപ്പസ്തോലന്മാരായിട്ട് മാറി. അല്ലേലിയാം. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 2-ാമത്തെ അധ്യായത്തിൽ, അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുക. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് സഭ മുഴുവനും അവർ കണ്ടു. 12 അപ്പസ്തോലന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത്, അവർ ശക്തിപ്പെടുന്നത് കണ്ടു. എന്നിട്ട് പറയാണ്, എനിക്ക് 17-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനമാണ്, അവർ ആ 12 അപ്പസ്തോലന്മാർ പോയിട്ട് ലോകം മുഴുവനും തലകീഴായിട്ട് മറിച്ചു. 17:8 തലകീഴായിട്ട് മറിച്ചു. അല്ലേലിയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മൾ ശക്തി പ്രാപിക്കും. അല്ലേലിയാം. ശക്തി പ്രാപിക്കും. വചനം പഠിച്ചാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. വചനം പഠിച്ചാൽ നമ്മൾ വിശുദ്ധീകരിക്കും. കഴിഞ്ഞ 29-ാം തീയതി സ്റ്റെല്ല മരിയ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായി. അവൾ ആദ്യമായിട്ട്, അവരുടെ അപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്, അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ ചേച്ചി, ചേട്ടൻ, കുട്ടി, അവരുടെ കുടുംബാംഗങ്ങൾ, ആ മനുഷ്യ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരെയും ഇവിടെ കൊണ്ടുവരും. അവസാനം അവരുടെ അടുത്ത മകളെ കൊണ്ടുവന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാന മധ്യയുള്ള പ്രസംഗം കഴിയുമ്പോൾ അവൾ കാണുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതാണ് അവളിൽ. അവൾ അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ എന്തോ ഡോക്ടറേറ്റ് ചെയ്യാണ് സ്റ്റെല്ല മരിയ കോളേജിൽ. അവൾ പറയാം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന് നിറയുന്നത് ഞാൻ കണ്ടു വച്ച. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ വന്ന് നിറയുന്നു, ഞാൻ പ്രാവിനെ കാണുകയാണ്. അല്ലേലിയ. ആത്മാവ് അവളുടെ കണ്ണുകളെ, അവിടെ ആത്മീയ കണ്ണുകളെ തുറന്നു കൊടുത്തു. ഒരു മനുഷ്യൻ ഒരു 2 ആഴ്ച ഒരു ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അല്ലേലിയ. 19-ാം തീയതി 17-ാം തീയതി ധ്യാനത്തിൻ്റെ അന്ന് അവസാനത്തെ ആരാധന സമയത്ത് ആ മനുഷ്യൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യനാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ജോലി ചെയ്യുന്നതാണ്. പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ പറയാം, അവസാനത്തെ ആരാധന സമയത്ത് ആ മനുഷ്യൻ ഒരു മുണ്ടും ഒരു ഷർട്ടുമായിട്ട് ഇരുന്നത്, ഒരു മഞ്ഞ ഡ്രസ്സുള്ള ഷർട്ടാണ്, ഇളം മഞ്ഞ് വെള്ളയല്ല. ആ മനുഷ്യൻ വരെ എൻ്റെ ഷർട്ടും മുണ്ടും നന്നായിട്ട് നനഞ്ഞിരിക്കുന്നു. അല്ലേലിയ. ആ മനുഷ്യൻ പറയാം, ഞാൻ പരിശുദ്ധാത്മാവിനെ കുളിച്ചതുപോലെയുള്ള അനുഭവം. അവൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു കൊടുത്തു. കാണാനുള്ള കൃപ കർത്താവ്
കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പുതിയ നിയമത്തിലേക്ക് തരുന്ന ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനെയാണ് നൽകുന്നത്. പരിശുദ്ധാത്മാവിനെയാണ് നൽകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ നയിക്കുക, പരിപാലിക്കുക, സംരക്ഷിക്കുക ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ആർസിലേക്ക് പോകുന്ന ജോൺ മരിയ വിയാനിയുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ജോൺ വിയാനിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരും ഉണ്ടായില്ല. ജോൺ വിയാനി പോയി. അപ്പോൾ ജോൺ വിയാനിക്ക് ആർസ് അറിയില്ലായിരുന്നു. ഒരു പയ്യനോട് ചോദിച്ചു, ആർസ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആർസിലേക്കുള്ള വഴി, പള്ളി ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനോട് മരിയ വിയാനി പറഞ്ഞു, ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ആർസ് അറിയാത്തൊരു അച്ഛന് സ്വർഗം അറിയാമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അച്ഛനറിയാവുന്ന വഴി ഏതാണ്? സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഹല്ലേലൂയ. ആർസിൽ പോയിരുന്നു. ആ പള്ളി അടിച്ചുവാരി, ആരും പോകാത്തൊരു പള്ളി, ഒരച്ഛന്മാരങ്ങോട്ട് പോകാത്തൊരു പള്ളി. പക്ഷെ ആത്മാവിനെ നിറഞ്ഞപ്പോൾ ആ ആത്മാവ് നയിച്ചു. ആ പള്ളിയിൽ പോയി, ആ പള്ളി തുറന്ന് ആരാധന തുടങ്ങിയപ്പോൾ അന്ന് ആരാധന വേണ്ട പള്ളി അടയ്ക്കപ്പെട്ട് പള്ളി ഉപേക്ഷിച്ച് പോയ അവരെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. നമ്മൾ ഈ ബ്രേക്ക് ഡാൻസ് ഇന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അന്നും ബ്രേക്ക് ഡാൻസ് ഉണ്ട്. അവർ ചൂതാട്ടങ്ങളും ബ്രേക്ക് ഡാൻസുകളും അവിഹിത വേഴ്ചകളുമായിട്ട് നടന്ന ഒരു ആർസിനെ മനസ്സാക്ഷ്യപ്പെടുത്തിയത് ഒരു ആർസിലേക്ക് കടന്നുന്ന മരിയ വിയാനിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിയ വിയാനി പോയി പ്രാർത്ഥിച്ചു. അവനിൽ ആത്മാവ് നിറഞ്ഞപ്പോൾ ആത്മാവ് എന്ത് ചെയ്തു? ആ ദേശത്തെ തുറന്നു കൊടുക്കാനായിട്ട് അവനിലൂടെ 20 ലക്ഷം ആൾക്കാരെ കുമ്പസാരിക്കാനായിട്ട് കൃപ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങൾ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് തുറന്നു കൊടുത്തു. ഏതാണ് വ്യക്തി? വിദേശ രാജ്യങ്ങൾ, ഏത് രാജ്യത്തിലേക്ക് പോകണമെങ്കിലും ഫ്രീ പാസ് ആയിരുന്നു. ആരാണ്? മദർ ത്രേസ്യ. ഹല്ലേലൂയ. സൗദി അറേബ്യ പോലും പറഞ്ഞു, ഇവിടെ വന്നൊരു മഠം തുടങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, ഒരു വൈദികൻ വരണം, കുർബാന അർപ്പിക്കണം. ഹല്ലേലൂയ. കുർബാന അർപ്പിക്കണം. അവരുടെ മഠത്തിൽ എപ്പോഴാണ് പ്രാർത്ഥന തുടങ്ങുന്നതെന്ന് അറിയാമോ? പുലർച്ചയ്ക്ക് 3:30 പ്രാർത്ഥന തുടങ്ങുന്നു. ഒക്കേഷൻ കൂടുതലാണ് അവർക്ക്. ഹല്ലേലൂയ. ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടതാണ്. അവിടെ ജനറൽ വന്നിട്ട് പറയാണ്, ഒക്കേഷൻ ഞങ്ങൾക്ക് കൂടുതലാച്ചാ, ഞങ്ങൾ 60 ആളെ ഒരു വർഷം ഉടുപ്പിടിക്കുള്ളൂ. ഞങ്ങൾക്ക് പരിശീലനം പൂർത്തിയാക്കി 120 ആളുകൾ കൽക്കട്ട മാത്രമായിട്ടുണ്ട്. അതിൽ വിദേശികൾ വന്ന് ഇവിടുത്തെ ഈ സ്ത്രീ പ്രാർത്ഥിച്ച് ഈ രാജ്യങ്ങൾ കീഴടക്കുന്നത് കണ്ടിട്ട് വിദേശത്തു നിന്ന് വനിതകൾ വന്നിവിടെ കാണുന്നു. അങ്ങനെ അവരെ മഠത്തിൽ ചേരുന്നു. കാരണം എന്താ? ഈ ഉടമ്പടി പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവരുമായിട്ടുള്ള ഉടമ്പടി എന്താ? പരിശുദ്ധാത്മാവിനെ ഞാൻ നൽകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി വീണാൽ നമുക്ക് തിരിച്ചറിയാം. ഞാനവിടെ പോയി ഈ മദർ ത്രേസ്യയുടെ ഖബറിടമുള്ള സ്ഥലത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അന്ന് വിശുദ്ധിയൊന്നും ആയിട്ടില്ല. അവരുടെ തിരുശേഷിപ്പ് അന്ന് അവരുടെ ജനറാൾ കൊണ്ടുവന്ന് തരികയും ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധനാണ് പാദ്രി പിയോ. നമ്മുടെ പള്ളികളെല്ലാം അടയ്ക്കപ്പെടും എന്നും കുർബാനകളെല്ലാം നിരോധിക്കപ്പെടും അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചൊരു വിശുദ്ധനാണ് പാദ്രി പിയോ. പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധനാണ്. പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഇറങ്ങി ഓടുമ്പോൾ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ഓടുമ്പോൾ ആ മനുഷ്യൻ അരമണിക്കൂറും 1 മണിക്കൂറും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പഞ്ചശതങ്ങൾ കാണുന്നു. പഞ്ചശതങ്ങൾ ശരീരത്തിൽ പ്രകടമാകുന്നു. ആദ്യം വിചാരിച്ചു ഇതൊരു മാനസിക അസ്വസ്ഥതയാണെന്ന് വിചാരിച്ച് മാനസിക രോഗത്തിന് ടെസ്റ്റിന് വിടുന്നുണ്ട്. നിയന്ത്രിച്ചു. പള്ളിയിൽ നിന്ന് അല്ല, പബ്ലിക്കായിട്ട് കുർബാന എല്ലാം പാടില്ല. രഹസ്യമായിട്ട് ഒരു മുറിയും ഒരു ചാപ്പലും ഊട്ടുമുറിയും മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോഴൊന്നുണ്ടായി. എന്താ ഉണ്ടായത്? സെയിം ടൈമിൽ ഈ സ്വകാര്യ ചാപ്പലിൽ വിശുദ്ധാന അർപ്പിക്കുമ്പോൾ പാതിരിപ്പിയോ എന്ത് ചെയ്യുന്നു? വേറെ സ്ഥലത്ത് പോയി സമൂഹത്തിൻ്റെ മുമ്പിൽ കുർബാന അർപ്പിക്കുന്നു. ബൈ ലൊക്കേഷൻ കർത്താവ് കൊടുത്തു. അതിനെ വിശുദ്ധി കണ്ടപ്പോഴാണ് സഭ വീണ്ടും വചനപ്രഘോഷത്തിന് തുറന്നു കൊടുത്തത്. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ വചനം കൊടുക്കണം. അല്ലേ? അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് വചനം കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ വിശുദ്ധനായിട്ട് മാറും. എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ, വ്യക്തി ജീവിതത്തിൽ നിരാശ കടന്നു വരുമ്പോൾ, പ്രതീക്ഷ അറ്റുപോകുമ്പോൾ, പ്രത്യാശ ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധിയിലോ ശക്തിയിലോ ആശ്രയിക്കാതെ, നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ, പണത്തിൽ ആശ്രയിക്കാതെ, നമ്മുടെ പാരമ്പര്യത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കണം, അടിയറ വെച്ച് പ്രാർത്ഥിക്കണം. കാരണം പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവത്തിന് നൽകുവാൻ സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലോ ശക്തി കൊണ്ട് നമ്മൾ നോക്കിയാലോ ഒന്നും തീരില്ല. തീരണമെങ്കിൽ ദൈവം ഇടപെടണം. ഈശോ ഈ ലോകത്തിൽ ഇടപെടാനായിട്ട് ഇടവന്നത് ദൈവം വിചാരിച്ചു. 2 വ്യക്തികളെ തിരഞ്ഞെടുത്തു, ഔസേപ്പിതാവ്, പരിശുദ്ധ അമ്മ. വിശുദ്ധരായ വ്യക്തികൾ. ആ കാലങ്ങളിൽ വിശ്വാസം ഇല്ലാത്തിരുന്നൊരു കാലഘട്ടം, വചനത്തിന് കൂടുതൽ താല്പര്യം കാണിക്കാത്തൊരു കാലഘട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു ജനത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്രകാരം പറയാം, ഉടമ്പടിയെക്കുറിച്ചുള്ള ഒരു അധ്യായത്തിൽ പറയാം, മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. പരിഹാരം ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയോ നമ്മുടെ തലമുറയിലെ ഏതെങ്കിലും വ്യക്തിയോ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ, ദൈവപ്രമാണങ്ങൾ നിരസിക്കുന്നുണ്ടെങ്കിൽ, കൂദാശകൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ, പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്തില്ലെങ്കിൽ സാത്താൻ്റെ പ്രവർത്തനമെന്ന് ഇടിമിന്നൽ പോലെയാണ്. അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് വന്ന് ആക്രമിച്ചിട്ട് പോകും. ദൈവം ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കില്ല. ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല. ദൈവം നിങ്ങൾക്ക് ഒരിക്കലും മാരകമായ അപകടങ്ങളിലേക്ക് വിടില്ല. അല്ലെങ്കിൽ ജോബിൻ്റെ പുസ്തകത്തിലും യോഹന്നാൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, ഹെബ്രായക്കാർ ലേഖനത്തിൽ പറയുന്നുണ്ട്, പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി നമ്മളെ അടിമകളാക്കിയിരിക്കുകയാണ്. സുബോധം വീണ്ടെടുത്ത് അതെന്ന് പിന്തിരിയണം. ആത്മഹത്യ പ്രവണതകൾക്ക് അടിമപ്പെടുമ്പോൾ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച്, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിയിലോ ഞങ്ങളുടെ ശക്തിയിലോ ഞങ്ങളുടെ പണത്തിലോ ഞങ്ങളുടെ ധനത്തിലോ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളിതാ അടിയറ വയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളോട് നീ സംസാരിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തല്ലി അലച്ചു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുട്ടികളുടെ അധരങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ നിക്ഷേപിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുട്ടികളുടെ അധരങ്ങളിൽ അങ്ങയുടെ വചനം നിക്ഷേപിക്കണമേ കർത്താവേ. കണ്ണുകളടച്ച് കരങ്ങളൊന്നുയർത്തി നമുക്ക് ആരാധിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്നുയർത്തി എല്ലാവരും കരങ്ങളെടുത്തിട്ട്, കാഴ്ചക്കാരെ പോലെ നിങ്ങൾ നിൽക്കാതെ, കേൾവിക്കാരെ പോലെ നിൽക്കാതെ, അച്ഛൻ പറയുന്നത് അനുസരിച്ച് കരങ്ങൾ ഉയർത്തി മനസ്സുയർത്തി ഒന്ന് ആരാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി മനസ്സുയർത്തി ഒന്ന് കർത്താവിനെ വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി മനസ്സുയർത്തി എല്ലാവരും കരങ്ങൾ എടുത്തിട്ട്, എല്ലാവരും കരങ്ങൾ എടുത്തിട്ട്, എല്ലാവരും കരങ്ങൾ എടുത്തിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ എടുത്തിട്ട്, എല്ലാവരും കരങ്ങൾ എടുത്തിട്ട് വിളിക്കട്ടെ. അവനെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. കരങ്ങൾ എടുത്തിട്ട്, കരങ്ങൾ എടുത്തിട്ട്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ എടുത്തിട്ട് എല്ലാവരും കരങ്ങൾ എടുത്തിട്ട്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെടുത്ത് വിളിക്കട്ടെ. കരങ്ങളെടുത്ത് വിളിക്കട്ടെ. കരങ്ങളെടുത്ത് വിളിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം തല്ലി അലച്ചു വരുന്ന കൊടുങ്കാറ്റ് പോലെ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കരങ്ങൾ കുറച്ചുകൂടി ഉയർത്തട്ടെ. മോശത്തിന്റെ കരങ്ങൾ ഉയർത്തി ഇസ്രായേൽ ജനം വിജയിച്ചു. മോശത്തിന്റെ കരങ്ങൾ താഴ്ത്തിച്ചു, ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇസ്രായേൽ ജനം ചെയ്തൊരു കാര്യം, 2 കല്ലെടുത്ത് മോശത്തിന്റെ കരങ്ങൾ ആ കല്ലുമായി ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചു എന്ന് നമ്മൾ പഞ്ചഗ്രന്ഥിയിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് മേൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അതിരാവിലെ എഴുന്നേറ്റ് സർവശക്തനായ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് പ്രാർത്ഥനകളും ത്യാഗങ്ങളും ഉയർത്താൻ ഞങ്ങളിൽ ശ്രമം നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങൾ ഉയർത്താൻ ക്രമ നൽകണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ യാചനാപൂർവം അടിച്ച് ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ.